And welcome to Diniya's classes. അപ്പോൾ നമ്മൾ ഇന്ന് പേജ് നമ്പർ 22-ലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് ചെയ്യുന്നത്. ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മുടെ ലെസൺ വരുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ABCD shown below, sides AB and CD are parallel. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് അപ്പോൾ ഓർമ്മ വരണം. അത് മിക്കവാറും അത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഏതൊക്കെയാണ് പാരലൽ എന്ന് പറയുന്നത്? എബിയും സി ഡിയും പാരലലാണ്. അതായത് എബിയും അതുപോലെ തന്നെ സി ഡിയും പാരലലാണ്. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ് ബി സി. ബി സി എന്ന് പറഞ്ഞ സൈഡിലത്തെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുന്നത്. ദ ലൈൻസ് ഡി എം ആൻഡ് എം ബി എക്സ്റ്റെൻഡഡ് അറ്റ് മീറ്റ് അറ്റ് എൻ. ലൈൻസ് ഡി എമ്മും അതുപോലെ തന്നെ ഡി എമ്മും അതുപോലെ തന്നെ എ ബിയും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്നിലേക്ക് മീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണ് അറിയേണ്ടത്? ആർ ദി ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ബി എം എൻ ഈക്വൽ. ഡി സി എമ്മും ബി എൻ എമ്മിൻ്റെയും ഏരിയാസ് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഈക്വൽ ആണോ എന്ന് അറിയാനായിട്ട് എന്താ വേണ്ടത്? സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഏരിയാസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കണം. പിന്നെ കണ്ടുപിടിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡി ആൻഡ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ആൻഡ് ട്രയാങ്കിൾ എ ഡി എൻ. അതായത് എ ബി സി ഡി എന്നുള്ള ക്വാഡ്രിലാറ്ററലും അതുപോലെ തന്നെ എ ഡി എൻ എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെയും ഏരിയാസിൻ്റെ റിലേഷനാണ് പിന്നെ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അതിൽ പോവാം. ആദ്യം ഏതാണ്? ബി എം എന്നും അതുപോലെ ഡി സി എമ്മും ഈക്വൽ ആണോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ട്രയാങ്കിൾ എടുക്കാം അല്ലേ. ഇൻ ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ട്രയാങ്കിൾ ബി എം എൻ, ഈ രണ്ട് ട്രയാങ്കിളിൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് സൈഡ് ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബി സി എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സി എം ഈക്വൽ ടു ബി എം. എങ്ങനെയാണ് സി എം ഈക്വൽ ടു ബി എം എന്ന് പറയുന്നത്? എം ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി. എം എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഒരു സംഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഇനി അടുത്തത് എങ്ങനെയാ നമുക്ക് കിട്ടാ? പാരലലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമ്മളൊരു ആൾട്ടർനേറ്റ് ആംഗിൾസിനെ കുറിച്ചിട്ട് ഒന്ന് ആലോചിക്കാം. അപ്പൊ ഏതൊക്കെയാണ് ആൾട്ടർനേറ്റ് ആംഗിൾസ് വരാം? ഒന്ന് ഈ ഇതും വരും, ഇവിടെയും വരും ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെ. ഈ ട്രയാങ്കിളിൽ ഇവിടെയും വരും, ഈ ട്രയാങ്കിളിൽ ഇവിടെയും വരും. ഒരു ആൾട്ടർനേറ്റ് ആംഗിളും കൂടി നമുക്ക് വരുന്നുണ്ട്. ഏതാണ്? ഈ ആംഗിളും ഈ ആംഗിളും അല്ലെ. അതായത് സി ഡിയും അതുപോലെ എ ബിയും പാരലലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എ ബി പാരലലാന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബിയുടെ എക്സ്റ്റൻഷൻ ആണ് എൻ എന്ന് പറയുന്നത്. അപ്പൊ എ എന്നും എന്താണ്? പാരലൽ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് പാരലൽ ലൈൻസിനെ മീറ്റ് ചെയ്യുന്നത്, അതായത് ഇത് ഡി സി എന്ന് പറഞ്ഞ ലൈനും ആ ഇതിൽ നിന്ന് എ ബി എന്ന് എ ബി എൻ അല്ലെ. അപ്പൊ ഇതെങ്ങനെയാണ്? ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഫിഗർ വരുന്നത് അല്ലെ. അപ്പൊ ഈ ആംഗിളും എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. രണ്ട് പാരലൽ ലൈനെ ടച്ച് ചെയ്യുന്ന അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ആംഗിൾസ് ആൾട്ടർനേറ്റ് ആണ്. അതുപോലെ ഇതും ആൾട്ടർനേറ്റ് ആണ്. നമ്മൾ ഈ ആൾട്ടർനേറ്റ് ഉള്ളതാണ് എടുക്കുന്നത്. കാരണം എന്താണ്? നമുക്ക് ഈ സൈഡാണ് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ആൾട്ടർനേറ്റ് ആംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായി? ആംഗിൾ എൻ ബി എം ഈക്വൽ ടു ആംഗിൾ ഡി സി എം അല്ലെ. എൻ ബി എം ഈക്വൽ ടു ആംഗിൾ ഡി സി എം. എന്താണ് റീസൺ വരുന്നത്? ആൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു സൈഡും അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് നോക്കാം, ഈ ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഈ ആംഗിളിന്റെ കാര്യം എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഇനി ഇതെങ്ങനെയായിരിക്കും? ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആവും. എങ്ങനെയാണ് ഈക്വൽ ആവും എന്ന് പറയുന്നത്?
രണ്ട് ലൈൻസ് നമ്മൾ ടച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇന്റർസെക്ട് ചെയ്ത് പോയി എന്ന് വിചാരിക്കൂ. നമുക്കറിയാം ഈ ആംഗിളും ഈക്വൽ ആവും. എന്തുകൊണ്ടാണ്? ഇവര് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആവും. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ക്ലിയർ? അങ്ങനെ വരുമ്പോ ഏതാണ്? ആംഗിൾ BMN ഈക്വൽ ടു ആംഗിൾ CMD. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. കിട്ടി കഴിഞ്ഞില്ലേ നമുക്ക്? ഒരു സൈഡും അതിനോട് എൻഡിലുള്ള രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് നമ്മൾക്ക് കിട്ടി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇഫ് വൺ സൈഡ് ആൻഡ് ആംഗിൾസ് അറ്റ് ദ എൻഡ് ആർ ഈക്വൽ ടു ദി side of another triangle and angles at its end, then the third angle and the remaining two sides are also equal. അത് നമ്മുടെ റൂൾ ആണ് അല്ലേ? ഇനി ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആദ്യ ഏരിയസ് ഓഫ് ട്രയാങ്കിൾ DCM ആൻഡ് ട്രയാങ്കിൾ BNM ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവണം? സൈഡ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore ഏതൊക്കെ ആംഗിളാണ് വരുന്നത്? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, എമ്മിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് DC ഈക്വൽ ടു BN. ഓക്കെ, പിന്നെ ഏതൊക്കെ സൈഡുകളാണ് വരുന്നത്? DM ഈക്വൽ ടു സിയുടെ ഓപ്പോസിറ്റ് വരുന്നത് DM ആണ് വരുന്നത്. ഈ ആംഗിളും ആണ് ഈക്വൽ എന്ന് പറയുന്നത്, ഈക്വൽ ടു MN. ഓക്കെ, പിന്നെ ഏത് ആംഗിളാണ് വരുന്നത്? DC എമ്മിന്റെ സിയുടെ, ഇനി ആംഗിൾ ഡിയുടെ CM ഈക്വൽ ടു BM. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്? ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ and ആ റൂൾ എഴുതാം അതുപോലെ, ആൻഡ് ആംഗിൾസ് at its end are equal to, എന്തിനോട് ഈക്വൽ ആണ്? ഈക്വൽ ടു one side of another triangle. അത് ആ റൂള് അതുപോലെ തന്നെ എഴുതാം. of another triangle and angle and its end, then the third angle and the other two sides are also equal. അത് ജനറൽ റൂളാണ്. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞു എഴുതാൻ പറ്റും? therefore area of triangle DCM equal to area of triangle BMN. എന്തുകൊണ്ടാണ് ഇത് ഈക്വൽ എന്ന് പറയുന്നത്? as their sides are equal. സൈഡ്സ് ഈക്വൽ ആയ കാരണം കൊണ്ട് എന്താണ്? ഏരിയാസും ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? ആദ്യം തന്നെ സൈഡ് അതിന്റെ എൻഡിലുള്ള രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ മറ്റുള്ള സൈഡ്സും ബാക്കിയുള്ള രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. 3 സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയാസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് അതിന്റെ എന്താ പറയുക, അങ്ങനെയാണ് നമ്മൾ അതിനെ പ്രൂവ് ചെയ്തത്. ഏരിയാസ് ഓഫ് ദി ട്രയാങ്കിൾ DCM ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BNM ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റിലേഷൻ ബിറ്റ്വീൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCD, ട്രയാങ്കിൾ അല്ല, ക്വാഡ്രിലാറ്ററൽ ABCD ആൻഡ് ട്രയാങ്കിൾ ADN. ABCDയും ADNും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD. ക്വാഡ്രിലാറ്ററൽ ABCDയുടെ ഏരിയ ABCD കണ്ടോ? ABCD ഇതെങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABMD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ MCD. അങ്ങനെ എഴുതാലോ നമുക്ക്. ഈ ക്വാഡ്രിലാറ്ററലും തമ്മിൽ ഏരിയാസ് തമ്മിൽ ഇതും
ഈ ഏരിയ രണ്ട് ഏരിയാസും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഈ ക്വാഡ്രിലേറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലേ? കറക്റ്റ് അല്ലേ പറയുന്നത്? ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ MCD എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളും എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയാസും ഈക്വൽ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ ABMD അതുപോലെ തന്നെ എഴുതാം. ABMD പ്ലസ് DMC അല്ലേ, MCD അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BNM. കറക്റ്റ് അല്ലേ? ശരിയായില്ലേ? ഇനി അതുപോലെ തന്നെ എന്ത് എഴുതാം? ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ADN കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADN. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADN എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADN എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിനെയും അതുപോലെ സ്പ്ലിറ്റ് ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ ABMD, ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ ABMD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? BNM. നോക്കൂ, ഇതും സെയിം ആണ്. അപ്പൊ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ ABCD ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADN? Both the areas are equal. ഇതാണ് അതിന്റെ റിലേഷൻ. ഏരിയാസ് ആർ ഈക്വൽ. കിട്ടിയല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലെ അടുത്ത പ്രോബ്ലം ചെയ്യാം.